ഹായ് ഫ്രണ്ട്സ്, ഋതു ബേബീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഋതു ബേബിക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു ചലഞ്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്. ഋതു ബേബിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഋതു ബേബി അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ഋതു ബേബിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഈ ഗിഫ്റ്റിനകത്ത് നിറച്ച് മിഠായിയാണ്. അപ്പോൾ ഇതാണ് ഋതു ബേബിയുടെ ചലഞ്ചിനുള്ള സമ്മാനം. അമ്മ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയോ? ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ആരംഭിക്കുകയാണ്. എല്ലാവരും അഭിപ്രായങ്ങൾ പറയണേ. വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കുട്ടികളൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചെറിയ കാര്യമാണ്. വലിയ കുഞ്ഞല്ലേ, അപ്പോൾ അവനോട് അതിനനുസരിച്ചുള്ള കുഞ്ഞു ക്വസ്റ്റ്യനാണ് ചോദിക്കട്ടാ. ഋതു ബേബിയുടെ അച്ഛൻ്റെ പേരെന്താണ്? അച്ഛൻ്റെ ജോലി എന്തുവാ? അമ്മയുടെ പേരെന്താ? ഋതു ബേബിയുടെ അച്ഛൻ്റെ സ്ഥലം എവിടാ? അച്ഛൻ താമസിക്കുന്ന എവിടാ? ഋതു ബേബിയുടെ അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ? വേറെ ആരും ഇല്ലേ? അമ്മയും കൊച്ചപ്പനും എന്താ അച്ഛമ്മയും എന്റെ അച്ചാച്ചി എന്റെ കൊച്ചപ്പൻ. അച്ചാച്ചിയുടെ പേരെന്തോ? രാജു. അച്ചാമ്മയുടെ പേരെന്തോ? അച്ചാമ്മന്റെ പേരാണ് വീട്. അമ്മാമ്മ വീട് എവിടാ? കമ്പത്തല്ല, കല്ലമ്പലം. അമ്മാമ്മ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പൂപ്പനും ചാച്ചിയും എന്റെ അമ്മാമ്മയും. അപ്പൂപ്പന്റെ പേര്? അപ്പൂപ്പന്റെ പേരാണ് അപ്പൂപ്പൻ. അമ്മാമ്മയുടെ പേരെന്തുവാ? അനി. പിന്നെ വേറെ ആരൊക്കെയുണ്ട്? വേറെ കുഞ്ഞേം ചാച്ചി കുഞ്ഞേം പച്ചപ്പനും. കുഞ്ഞേടെ പേരെന്താ? കുഞ്ഞേടെ പേര് അച്ചു. പച്ചപ്പന്റെ പേരെന്താ? പച്ചപ്പന്റെ പേരാണ് അനീഷ്. ചേച്ചി പെണ്ണിന്റെ പേരെന്താ? ചാച്ചി പെണ്ണിന്റെ പേരാണ് ചാച്ചി പെണ്ണിന്റെ പേരാണ് അലൂച്ച്. കൊള്ളാം. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടാ? നമുക്ക് മുട്ട തരുന്നതാരാ? അമ്മ. അമ്മയ്ക്കാര് മുട്ട തരും? കൊക്കോനെ കോഴി എന്ന് പറയണം. കോഴി. നമുക്ക് പാല് തരുന്നതാരാ? പശു. ഓക്കെ. കൊക്കോ എങ്ങനെ വിളിക്കും? കോഴി എങ്ങനെ കരയും? കോഴി കാക്ക എങ്ങനെ കരയും? പശു എങ്ങനെ കരയും? ആണെങ്ങനെ കരയും? ആടെങ്ങനെ കരയും? ഋതുവിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ? പട്ടിയുടെ പേരെന്താ? പേരാണ് കുട്ടു. കുട്ടു എങ്ങനെ കരയും? പൂച്ചയുണ്ടാ? വീട്ടിൽ പൂച്ചുണ്ട്. പൂച്ചയുടെ പേരെന്താ? പൂച്ചയുടെ പേരാണ് പാറു. പാറു എങ്ങനെ കരയും? ഋതു എങ്ങനെ കരയും? അപ്പോൾ ഇന്നത്തെ ഋതുബേബിയുടെ നമ്മുടെ
ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഋതുബേബി മിക്കുള്ളതിനും ഉത്തരം പറയുന്നുണ്ട്. അപ്പം ഋതുബേബിക്കുള്ള സമ്മാനം നമുക്ക് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഋതുബേബിയുടെ സമ്മാനം. ഋതുബേബി ഉത്തരമൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഋതുബേബിക്ക് സമ്മാനം. അപ്പോൾ ഇന്നത്തെ ഋതുബേബിയുടെ ചലഞ്ചിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.